ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മഷ്റൂം ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താലോ? അതുമാത്രമല്ല, ഗ്രില്ല് ചെയ്ത മഷ്റൂം ഉപയോഗിച്ചിട്ട് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള മഷ്റൂം ഫ്രൈയും പ്രിപ്പയർ ചെയ്യാം. സാധാരണ രീതിയിൽ മഷ്റൂം ഫ്രൈ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓയിൽ ചിലവാകും. പക്ഷേ കുറഞ്ഞ ഓയിലിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് മഷ്റൂം ആദ്യം ഗ്രിൽ ചെയ്തെടുത്ത ശേഷം പിന്നെ അതൊരു മസാലയാക്കി മാറ്റി കഴിക്കാവുന്നതാണ്. എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിതിനായിട്ട് എടുത്തിരിക്കുന്നത് 200 ഗ്രാം വൈറ്റ് ബട്ടൺ മഷ്റൂംസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മഷ്റൂം ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ മഷ്റൂം ഗ്രില്ല് ചെയ്യാനായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 4ആയിട്ടോ 2ആയിട്ടോ കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉപ്പ്, 1/2 ടീസ്പൂൺ ഓയിൽ, പിന്നെ കുറച്ച് വെള്ളം. ഇതൊന്ന് മസാലയാക്കി മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം. ഇതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ കണ്ടിരുന്ന ഗ്രിൽഡ് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച മസാലയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ റെസിപ്പി കണ്ടിട്ടില്ലാത്തവർ ഐ കാർഡ് ചെക്ക് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സും ചെക്ക് ചെയ്യുക, ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ മസാല നമുക്കിനി കട്ട് ചെയ്ത് വെച്ച മഷ്റൂമിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാല തേച്ച് പിടിപ്പിച്ച മഷ്റൂം ഒരു 10 മിനിറ്റ് മാറ്റി വെച്ച ശേഷം നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് റോട്ടിസറി സ്റ്റിക്ക് ഉപയോഗിക്കാം, സ്ക്യൂർ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രില്ലിംഗ് പാനിലോ ബേക്കിംഗ് ട്രേയിലോ വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. റോട്ടിസറി സ്റ്റിക്ക് അത്യാവശ്യമല്ല. റോട്ടിസറി സ്റ്റിക്ക് അല്ലെങ്കിൽ സ്ക്വയർ സ്റ്റിക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ കൂർത്ത ഭാഗം വലതുവശത്ത് വരുന്ന പോലെ ഘടിപ്പിച്ച് കൊടുക്കുക. ഗ്രില്ലിംഗ് പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ടേൺ ടേബിളിൻ്റെ പുറത്ത് ഗ്രില്ലിംഗ് പാൻ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മോഡ് സെറ്റ് ചെയ്യാം. മോഡ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കോമ്പിനേഷൻ ബട്ടണാണ് സെലക്ട് ചെയ്യുന്നത്. നടുവിലുള്ള LGയുടെ മൈക്രോവേവിലുള്ള സെറ്റിംഗാണ് ഞാൻ പറയുന്നത്. കോമ്പിനേഷനിൽ 2 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ 0 വരും. എന്നിട്ട് വലതുവശത്തുള്ള കൺവെക്ഷൻ മോഡ്സ് പ്രസ് ചെയ്ത ശേഷം 230 ഡിഗ്രിയിലേക്ക് കറക്കുക ഡയൽ. അതിനുശേഷം മൈക്രോ പ്രസ് ചെയ്ത് അത് 3 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് 360 ഡിഗ്രി വരും. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചറെല്ലാം സെറ്റായി. ഇനി ടൈം സെറ്റ് ചെയ്യാനായിട്ട് ഡയൽ തിരിക്കുക. ഡയൽ തിരിക്കുമ്പോൾ നമുക്ക് 15 മിനിറ്റ് സമയം ചൂസ് ചെയ്യാൻ പറ്റും. 15 മിനിറ്റ് ചൂസ് ചെയ്ത ശേഷം സ്റ്റാർട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ അത് ചുറ്റി തുടങ്ങും. നിങ്ങൾ ട്രേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ടേൺ ടേബിളിലിരുന്ന് കറങ്ങി കറങ്ങി കുക്കായിക്കോളും. ഞാൻ പറഞ്ഞ പോലെ സ്ക്യൂർ സ്റ്റിക്ക് നിർബന്ധമല്ല, റോട്ടിസറി നിർബന്ധമേ അല്ല. ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്ത് നോക്കുന്നതെന്ന് മാത്രം, എങ്ങനെയാണ് എൻ്റെ റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ മോഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് കുറഞ്ഞ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്ത ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ മഷ്റൂം ഗ്രില്ലായി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്കിത് മാറ്റി കൊടുക്കാം. ഇത് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഒരു മിറ്റൻസ് ഉപയോഗിച്ചിട്ട് എടുക്കുക. ഇതിന് ടോങ്സ് ആവശ്യമില്ല, ഇത് വെയിറ്റ് ഇല്ല. നമ്മൾ ചിക്കനൊക്കെ എടുക്കുമ്പോഴാണ് ടോങ്സ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിന് കയ്യിലൊരു മിറ്റൻ ഇട്ടിട്ട് നിങ്ങൾ വളരെ സാവധാനം എടുത്ത് ഇതുപോലെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഒരു ഫോർക്ക് ഉപയോഗിച്ച് അതൊരു ട്രേയിലേക്കോ പാത്രത്തിലേക്കോ മാറ്റി വയ്ക്കാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് എല്ലാ മഷ്റൂംസും ഒന്ന് ഗ്രിൽ ചെയ്ത് എടുക്കാം. ഞാൻ എല്ലാ മഷ്റൂമും ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ ബാച്ചിനും 15 മിനിറ്റാണ് നമുക്ക് ആയത്. ഇനി നമുക്ക് ഇത് വെച്ച് മസാല എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ചെറിയ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിൽ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് വാട്ടിയ ശേഷം 1 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. തക്കാളിയും ക്യാപ്സിക്കവും ചേർക്കാം. നിങ്ങൾക്ക് ഈ ഡിഷിലോട്ട് കളേർഡ് ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1 ചെറിയ തക്കാളിയും 1/2 ക്യാപ്സിക്കം അല്ലെങ്കിൽ 1 ചെറിയ ക്യാപ്സിക്കം, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ചില്ലി ടൊമാറ്റോ സോസ്, അത് ഓപ്ഷണലാണ്, ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് മാത്രം. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. നമ്മുടെ മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ മസാലക്കൂട്ടിലോട്ട് മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ആദ്യം തന്നെ നമ്മൾ മഷ്റൂമിൽ ഒരു അല്പം മസാലയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മൊത്തത്തിലുള്ള മസാല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഗ്രിൽ ചെയ്ത മഷ്റൂം ചേർത്ത ശേഷം നമുക്ക് വലുതായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം കുക്കായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അത് നല്ല സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഫ്രൈ ടൈപ്പാണ് ഇഷ്ടം. അപ്പോൾ ഇതുപോലെ ഈ സമയത്ത് നമ്മൾ ഇറക്കി വെക്കുകയാണെങ്കിൽ ഫ്രൈഡ് മഷ്റൂം മസാലയുടെ ടേസ്റ്റ് അതുപോലെ തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ചപ്പാത്തിയും കൂടെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ മഷ്റൂം ഫ്രൈ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മളിന്ന് കണ്ടു എങ്ങനെയാണ് കുറഞ്ഞ ഓയിലിൽ ഒരു മഷ്റൂം മസാല അല്ലെങ്കിൽ മഷ്റൂം ഫ്രൈ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. നിങ്ങളുടെ കയ്യിൽ മൈക്രോവേവ് ഓവൻ ഇല്ലെങ്കിലും സാരമില്ല, ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലോ ഇരുമ്പ് ദോശക്കല്ലിലോ വെച്ചിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ വളരെ കുറച്ച് ഓയിൽ ഇട്ടിട്ട് മഷ്റൂം ഒന്ന് മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം മറ്റു കാര്യങ്ങൾ അതേപോലെ ഫോളോ ചെയ്യുക. എന്തായാലും നിങ്ങൾ ഈ ഡിഷ് പരീക്ഷിച്ച് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ ബൈ.